ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് മറൈൻ പൊല്യൂഷനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, മറൈൻ പൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്, കടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൊല്യൂഷൻ. കടലിലുണ്ടാവുന്നത് പൊല്യൂഷൻ എങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ച പൊല്യൂഷനിൽ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് അതിൻ്റെ കോസ്, കാരണം എങ്ങനെയാണ് ആ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. പിന്നെ അതിൻ്റെ എഫക്റ്റ്, അത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ കൺട്രോൾ, എങ്ങനെയൊക്കെ നമുക്ക് അതിൽ നിന്നുണ്ടാകുന്ന ബാഡ് എഫക്റ്റിൻ്റെ തോത് കുറയ്ക്കാം. ഈ 3 കാര്യങ്ങളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മറൈൻ പൊല്യൂഷനും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ, സീ വാട്ടർ വിച്ച് കവർ about 2/3 of the planet plays a vital role in maintaining the fundamental biological and ecological balance. The most injurious use that mankind has put the ocean is for disposal of waste such as industrial waste, human waste, atomic waste, etc. അപ്പം നമ്മുടെ ഭൂമിയുടെ ഏകദേശം 2 ഭാഗവും വെള്ളമാണ്, കടലുകൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇങ്ങനെയുള്ള വലിയ ഒരു നമ്മുടെ ഭൂമിയുടെ ഒരു സിസ്റ്റത്തിൽ അത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ, മരങ്ങളായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ എന്ത് ജന്തുക്കളാണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനും വലിയൊരു റോളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു കടലിനെ ഇന്നത്തെ കാലത്ത് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. എല്ലാ വേസ്റ്റും കൊണ്ടുപോയി ഡംപ് ചെയ്യാനുള്ളൊരു സാധനം, അതാണ് നമ്മളിപ്പോൾ കടലിനെ കാണുന്നത്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് അങ്ങനെ നമ്മളെല്ലാം കൊണ്ടുപോയിടുമ്പോൾ എന്താ മറൈൻ പൊല്യൂഷൻ സംഭവിക്കുന്നു? എന്തൊക്കെയാണ് മറൈൻ പൊല്യൂഷൻ സംഭവിക്കാനുള്ള കാരണങ്ങൾ? കോസ് ഓഫ് മറൈൻ പൊല്യൂഷൻ. ഒന്നാമത്തെ കാരണം ഓയിൽ മറൈൻ പൊല്യൂഷനുള്ള ഒരു കാരണമാണ്. ഇനി ഓയിൽ ഇൻ ദ മറൈൻ എൻവയോൺമെൻറ്റ് കം ഫ്രം ദി വെറൈറ്റി സോഴ്സസ്. എവിടെ നിന്നൊക്കെയാണ് ഈ ഓയിൽ വരുന്നത്? ഓയിൽ മറൈൻ പൊല്യൂഷനുള്ള കാരണമാണ്. എവിടെ നിന്നൊക്കെയാണ് ഈ ഓയിൽ വരുന്നത്? ഒന്നാമത്തെ പോയിന്റ്, സബ്മറൈൻ സീപ്പേജ്. സബ്മറൈൻ സീപ്പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നങ്കൂരമിട്ട് പോകുന്ന വണ്ടികൾ. ഈ നങ്കൂരമിടുക എന്ന് പറഞ്ഞാൽ മുങ്ങിക്കപ്പൽ, കടലിനടിയിലൂടെ സഞ്ചരിക്കുന്ന സാധനങ്ങൾ, അതിൽ നിന്നുണ്ടാവുന്ന വേസ്റ്റ് ഓയിൽ രൂപത്തിലാണ്. അപ്പോൾ എന്താ, അതിൻ്റെ മറൈൻ പൊല്യൂഷന് കാരണമായ ഓയിൽ ഉണ്ടാവണതിൻ്റെ ഒരു പോയിന്റ് സബ്മറൈൻ സീപ്പേജ്. രണ്ടാമത്തെ, നാച്ചുറൽ ഡീക്കേ ഓഫ് മറൈൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഈ കടൽ എന്ന് പറയുന്നത് വലിയൊരു എക്കോസിസ്റ്റമാണ്. പലതരത്തിലുള്ള ജന്തുജീവജാലങ്ങളും ചെറിയ ചെറിയ ചെടികൾ, പലതരത്തിലുള്ള ചെടികൾ അല്ലേ, ആയിരക്കണക്കിന് 10,000-കണക്കിന് ചെടികളും സസ്യങ്ങളും മത്സ്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അതിനകത്ത്, പലതരത്തിലുള്ള ജീവികൾ. അപ്പം ഇതൊക്കെ നമ്മളുടെ കരയിലാണെങ്കിൽ ഇപ്പോൾ ഒരു മരത്തുനിന്ന് ഒരു ഇല പൊഴിഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ കിടന്ന് തന്നെ ജീർണിച്ച് മണ്ണിൽ ലയിച്ചു പോവും അല്ലേ. പക്ഷേ കടലിലൊരു സാധനം ചത്ത് പൊങ്ങിയാലോ എന്താ ഉണ്ടാവുക? ഒരു ഇത് ചീത്തയായി, ഒരു സസ്യം ചീത്തയായി, അല്ലെങ്കിൽ ഒരു മത്സ്യം ചത്തു പൊങ്ങി, എന്താ ഉണ്ടാവുക? അത് ആ വെള്ളത്തിൽ തന്നെ കിടന്ന് അഴുകി ദ്രവിച്ച് പോവും അല്ലേ. അങ്ങനെ അഴുകി ദ്രവിക്കുന്ന സമയത്ത് ഓയിൽ ഉണ്ടാവും. അതെന്താണ്? മറൈൻ പൊല്യൂഷന് കാരണമാവുന്നു. ഇനി മൂന്നാമത്തെ, ഷോർ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. ഷോർ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ കടൽ തീരത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ്, കടൽ തീരത്തിൽ ഉണ്ടാവുന്ന ഇൻഡസ്ട്രീസ്. പലതരത്തിൽ ഇൻഡസ്ട്രീസ് ഉണ്ട്, കടൽ തീരത്തുണ്ടാവും. അവിടെ നിന്നുണ്ടാവുന്ന വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ അതിലും ഓയിൽ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും. ഇനി ട്രാൻസ്പോർട്ട് ആക്ടിവിറ്റീസ്, പലതരത്തിലുള്ള ട്രാൻസ്പോർട്ട് ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മളിപ്പോൾ കയറ്റുമതി ഇറക്കുമതി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതെന്താ? ഈ സാധനങ്ങൾ കയറ്റി അയക്കലും ഇറക്കുമതി, ട്രാൻസ്പോർട്ടും ഇമ്പോർട്ടും എക്സ്പോർട്ടും അല്ലേ. അപ്പം ആ സമയത്ത് നമ്മൾ ഈ പ്ലെയിനിൽ കുറേ കയറ്റി വിടലും ബൈ റോഡ് കുറേ പോലും മാത്രമൊന്നുമല്ല, ചരക്ക് കപ്പലുകൾ എന്ന് കേട്ടിട്ടില്ലേ? കുറേ സാധനങ്ങൾ കപ്പലിൽ കയറ്റിയിട്ടാണ് നമ്മൾ ഗൾഫ് കൺട്രീസിലേക്ക്, മെക്സിക്കോയിലേക്ക് ഒക്കെ പലതരത്തിൽ ചരക്ക് കപ്പലുകൾ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോണ സമയത്ത് ഉണ്ടാകുന്ന വേസ്റ്റ് ഓയിൽ രൂപേണയും പോകുന്നുണ്ട്. അപ്പം എന്താ, അത് മറൈൻ പൊല്യൂഷന് കാരണമാകുന്നു. ഇനി ഓഫ് ഷോർ ഡ്രില്ലിങ്. ഓഫ് ഷോർ ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീരത്തുനിന്ന് ഒരുപാട് വിട്ട് കുറച്ച് കടലിൻ്റെ ഏകദേശം ഒരു സെൻറ്റർ ഭാഗത്തേക്കൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് എണ്ണ കുഴിച്ചെടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കടലിൻ്റെ അടിത്തട്ടിലായിട്ട് പെട്രോളിയം ഉണ്ട്, അത് നമുക്ക് കുഴിച്ചെടുക്കാൻ സാധിക്കും.
അപ്പോൾ അതിനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ട് കുഴിച്ചെടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന വേസ്റ്റ് ഡിസ്പോസൽ ഉണ്ടായിരിക്കും. അവിടെ നിന്നുണ്ടാവുന്ന വേസ്റ്റ് ഡിസ്പോസൽ അല്ലെങ്കിൽ അങ്ങനെ കുഴിച്ചെടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഓയിൽ, അതെന്താ മറൈൻ പൊല്യൂഷന് കാരണമാവുന്നു. ഇനി ഓയിൽ ടാങ്കേഴ്സ്, ഷിപ്പ് എക്സെട്ര, ഇതൊക്കെ മുന്നേ പറഞ്ഞ ട്രാൻസ്പോർട്ട് ആക്ടിവിറ്റീസിൽ പെട്ട കാര്യമാണ് ഷിപ്പ്. ഓയിൽ ടാങ്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓഫ് ഷോറിലോ അല്ലെങ്കിൽ ഷോർ ബേസ്ഡ് ഇൻഡസ്ട്രീസിലൊക്കെ ഉൾപ്പെടുത്താവുന്ന ഒരു സാധനമാണ്. അപ്പോൾ മറൈൻ പൊല്യൂഷന് കാരണമായിട്ടുള്ള ഒരു പോയിന്റ് ഓയിലാണ്. ഓയിൽ കടലിലുണ്ടാവുന്നത് മറൈൻ പൊല്യൂഷന് കാരണമാവുന്നു. ഈ ഓയിൽ എവിടെ നിന്നൊക്കെ ഉണ്ടാവുന്നത്? ഈ പറഞ്ഞ സോഴ്സിൽ നിന്നൊക്കെയാണ് ഉണ്ടാവുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാരണമാണ് വേസ്റ്റ് ഡിസ്പോസൽ. മറൈൻ പൊല്യൂഷന് കാരണമായ രണ്ടാമത്തെ പോയിന്റാണ് വേസ്റ്റ് ഡിസ്പോസൽ. രണ്ട് തരത്തിലുള്ള വേസ്റ്റുകളുണ്ട്, ഡൊമസ്റ്റിക് വേസ്റ്റും ഇൻഡസ്ട്രിയൽ വേസ്റ്റും. ഡൊമസ്റ്റിക് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗാർഹികമായ മലിനീകരണം, അതായത് നമ്മുടെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് കാരണം ഉണ്ടാകുന്നത്, അങ്ങനത്തെയൊക്കെ. ഡൊമസ്റ്റിക് സേവേജ്, അഴുക്ക് ചാല് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ചേരുന്നത്, അഴുക്ക് ചാല് ചെന്ന് ചേരുന്നത് കടലിലേക്കായിരിക്കും ചിലപ്പോൾ. ഇനി വേസ്റ്റ് ഫ്രം ഫുഡ് പ്രോസസ്സിങ്, ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ളതിൻ്റെ ഒരു ഫുഡ് പ്രോസസ്സിങ്ങിൽ ഉണ്ടായിട്ടുള്ള വേസ്റ്റുകൾ കടലിലോട്ട് തള്ളുകയാണെങ്കിൽ. ഇനി ഡിറ്റർജൻസിൻ്റെ ഉണ്ടാകുന്ന എഫക്റ്റ്, റൺ ഓഫ് ഫ്രം അഗ്രികൾച്ചറൽ ഏരിയാസ്. അപ്പോൾ അഗ്രികൾച്ചറൽ ഏരിയാസിൽ നിന്നൊക്കെ ഒഴുകി ചെല്ലുന്ന വെള്ളം, ഇതൊക്കെ എന്താണ്? ഡൊമസ്റ്റിക് ആയിട്ടുള്ള വേസ്റ്റാണ്. മറ്റൊന്ന്, ദ ക്ലോറിനേറ്റഡ് ഹൈഡ്രോകാർബൺ പെസ്റ്റിസൈഡ്സ് ഇൻക്ലൂഡിങ് DDT ആർ നോൺ ടു ബി ഇമ്പോർട്ടൻറ്റ് പൊല്യൂട്ടൻസ്. അപ്പോൾ ക്ലോറിനേറ്റഡ് ഹൈഡ്രോകാർബൺ പെസ്റ്റിസൈഡ്സ്, ഇങ്ങനെയുള്ള പെസ്റ്റിസൈഡും ലൈക്ക് DDT എന്ന് പറയുന്നത് ഏറ്റവും മാരകമായിട്ടുള്ള വൺ ഓഫ് ദി വേഴ്സ്റ്റ് പെസ്റ്റിസൈഡാണ്. അപ്പം അതൊക്കെ എന്താ? ഇമ്പോർട്ടൻറ്റ് പൊല്യൂട്ടൻസ് ആണ് എവിടുത്തെ? മറൈൻ പൊല്യൂഷനിലെ. These pesticides used for agricultural pest control enter the marine environment through water from agricultural areas. അപ്പോൾ ഈ അഗ്രികൾച്ചറൽ ഏരിയാസിൽ നിന്നൊക്കെ വെള്ളം ഒഴുകി ചെന്ന് വെള്ളം ഒഴുകി ചെന്നിട്ട് കടലിൽ ചേരുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? വേസ്റ്റ് ഡിസ്പോസൽ കാരണം മറൈൻ പൊല്യൂഷൻ സംഭവിക്കും. മറ്റൊരു പോയിൻ്റാണ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബൾക്കായിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രീസിൽ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലേ? അപ്പോൾ അവിടുത്തെ വേസ്റ്റ് എന്തായിരിക്കും? ബൾക്കായിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഹെവി മെറ്റൽസ്, റേഡിയോ ആക്റ്റീവ് ഇൻക്ലൂഡ്സ്, ഇനോർഗാനിക് കെമിക്കൽസ്, ഹീറ്റഡ് വാട്ടർ, ഇതൊക്കെ എന്താണ്? ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള വേസ്റ്റാണ്. ഹെവി മെറ്റൽസ് എന്ന് പറഞ്ഞാൽ കുറേ ഇരുമ്പ് കഷ്ണം കൊണ്ടുപോയി ഇടണമെന്നല്ല. പകരം എന്താ? ഈ ഇരുമ്പ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മറ്റേത് മെറ്റൽ ഉണ്ടാക്കാനാണെങ്കിലും ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുക, പലതരത്തിലുള്ള അലോയികൾ ചേർത്തിട്ട്. അപ്പം ഇങ്ങനത്തെ കെമിക്കൽസൊക്കെ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും? മറൈൻ പൊല്യൂഷൻ സംഭവിക്കും. ഓക്കെ, അപ്പം മറൈൻ പൊല്യൂഷനുള്ള കാരണങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന് ഓയിൽ കണ്ടൻറ്റ് ഉണ്ടാവുന്നത്, രണ്ട് വേസ്റ്റ് ഡിസ്പോസൽ. ഓയിൽ കണ്ടൻറ്റ് ഉണ്ടാവാൻ ഒരുപാട് സോഴ്സുകളുണ്ട്. വേസ്റ്റ് ഡിസ്പോസൽ രണ്ട് തരത്തിലുണ്ട്, അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി എഫക്റ്റ് ഓഫ് മറൈൻ പൊല്യൂഷൻ. മറൈൻ പൊല്യൂഷൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണ്? ഡിസ്ട്രോയ് മറൈൻ ഹാബിറ്റേറ്റ് വിച്ച് ആർ ഫിറ്റ് ഫോർ ഹ്യൂമൻ കൺസപ്ഷൻസ്. മനുഷ്യന് ഒരു ഉപകാരപ്രദമായിട്ടുള്ള മറൈൻ ഹാബിറ്റേറ്റ്, നമ്മളിപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞ മാതിരി വലിയൊരു എക്കോസിസ്റ്റമാണ് കടലിനകത്തുള്ളത്, അല്ലേ? വലിയൊരു എക്കോസിസ്റ്റമാണ്. നമ്മൾ ഫുഡ് ചെയിനെ പറ്റിയൊക്കെ പഠിച്ചു. എല്ലാ ജീവികളും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. അതേമാതിരി മനുഷ്യനും ഇവരൊക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പം എന്താ? ഇവർ തമ്മിലുള്ള ഏതെങ്കിലും ഒരു ജന്തു എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവരെയൊക്കെ എഫക്റ്റ് ചെയ്യും, അല്ലേ? അപ്പം മനുഷ്യനെയും അത് എഫക്റ്റ് ചെയ്യും. ഇനി പൊല്യൂഷൻ ഓഫ് എസ്റ്റുറീസ് ഹാസ് ഓൾറെഡി ബീൻ ഫൗണ്ട് ടു ബി എഫക്ട് ഓഷ്യൻ സോഴ്സ് ഓഫ് ഫുഡ്. അപ്പം എസ്റ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമുഖം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? പുഴയും കടലും കൂടിച്ചേരുന്ന ഭാഗമാണ്. ഉപ്പുവെള്ളവും നല്ല വെള്ളവും കൂടിച്ചേർന്ന ഭാഗമാണ് അഴിമുഖം. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ആദ്യം ഒരു ഉറവുണ്ടാവുന്നു, ആ ഉറവയിൽ നിന്ന് ഒരു കുഞ്ഞ് അരുവി ഉണ്ടാവുന്നു, ആ അരുവിയിൽ നിന്ന് ചെറിയ പുഴകൾ ഉണ്ടാവുന്നു, ഈ പുഴയിൽ നിന്ന് വലിയ പുഴകൾ ഉണ്ടാവുന്നു, ഈ പുഴ ചെന്നിട്ട് കടലിൽ ചേരുന്നു. ഇങ്ങനെയാണ് വെള്ളം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പം ഇവിടെ നിന്നൊക്കെ ഇപ്പോൾ ചെറിയ പുഴ വലിയ പുഴയായിട്ട് ചേരണ ഭാഗത്തൊക്കെയാവും ചിലപ്പോൾ നല്ല കൃഷി നടക്കുന്ന സ്ഥലങ്ങൾ. അവിടെയൊക്കെ പെസ്റ്റിസൈഡ്സ് നല്ലോണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഒഴുകി ചെന്ന് ചേരുക ഈ പുഴയിലേക്കാണ്. ഇതങ്ങനെ കൊണ്ടുപോയി കടലിൽ കൊണ്ടുപോയിടും. ഓക്കെ, അങ്ങനെയാണ് അപ്പോൾ സംഭവിക്കുന്നത്. ഇനി DDT വാസ് ഫൗണ്ട് ഇൻ ഫിഷ് ആൻഡ് പെൻഗ്വിൻസ്. DDT എന്ന് പറയുന്നത് പെസ്റ്റിസൈഡാണ്. അതിൻ്റെ എഫക്റ്റ് അതിൻ്റെ കണ്ടൻസ് ഫിഷിലും പെൻഗ്വിൻസിലും ഒക്കെ കണ്ടിട്ടുണ്ട്. റേഡിയോ ആക്ടിവിറ്റി വാസ് ഡിറ്റക്റ്റഡ് ഇൻ ഓർഗാനിസം ഫാർ ഫ്രം ദി സൈറ്റ്സ് ഓഫ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഡിസ്പോസൽ. അപ്പം പല റേഡിയോ ആക്റ്റീവ് സാധനങ്ങളും ഡിസ്പോസ് ചെയ്യണത് കടലിലാണെങ്കിൽ ഇടുന്നതിൻ്റെ എത്രയോ ദൂരെ വരെ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം മാരകമായിട്ടുള്ള കാര്യമായിരിക്കും അത് മറൈൻ പൊല്യൂഷനിൽ സംഭവിക്കുന്നത് അല്ലേ? അപ്പം ഇതൊക്കെയാണ് മറൈൻ പൊല്യൂഷൻ്റെ എഫക്റ്റ്. ഇനി നമുക്ക് എങ്ങനെയൊക്കെ അതിനെ കൺട്രോൾ ചെയ്യാം? ഇമൾസിഫൈങ് ദ ഓയിൽ ആൻഡ് ലിവിങ് ഇറ്റ്സ് ഡിസ്പേഴ്സൽ ബൈ ടൈഡ് ആൻഡ് വേവ്സ്. അതായത് നമ്മൾ പറഞ്ഞു മറൈൻ പൊല്യൂഷന് കാരണമായിട്ടുള്ള ഒന്ന് ഓയിലാണെന്ന്. ഓയിൽ കണ്ടൻറ്റ് കൂടുന്നത് മറൈൻ പൊല്യൂഷന് കാരണമാവും. അപ്പോൾ അതെങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യുക? ഒരു ഇമൾസിഫയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ് ചെയ്യുക. ഇപ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ ഒരു തുള്ളി എണ്ണ വീണ് കഴിഞ്ഞാൽ പല കളറിൽ അതിങ്ങനെ പാട പോലെ പാറി നിൽക്കും അല്ലേ? പക്ഷേ ഈ ഇമൾസിഫയർ എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യാന്ന് വെച്ചാൽ പലതരത്തിലുള്ള പദാർത്ഥങ്ങളാണ് ഇമൾസിഫയർ. കോമൺ പേരാണ്. ഇമൾസിഫയർ യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ രണ്ടിനും മിക്സ് ചെയ്യാം. ഈ വേറെ വേറെ പാട പോലെ നിൽക്കുന്നതിനെ ഒന്നിച്ച് മിക്സ് ചെയ്ത് സാധാരണ വെള്ളം പോലെ ആക്കിയെടുക്കാം. അപ്പം ഇമൾസിഫയേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ എണ്ണ വേറെ വേറെ നിൽക്കുന്ന ഓയിലും വെള്ളവും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു വേവ് മറ്റേ തിരമാലയൊക്കെ വന്നു കഴിഞ്ഞാൽ അതങ്ങ് ചിന്നിച്ചതായി പൊക്കോളും. ഒരേ ഭാഗത്ത് തന്നെ ഇങ്ങനെ കെട്ടി നിൽക്കില്ല. അപ്പോൾ അങ്ങനെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാം. ഇനി the source of marine pollution due to waste disposal are to be found out and control measures should be taken. എവിടെയാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു വേസ്റ്റ് ഡിസ്പോസൽ ആണെന്ന്. എവിടെയാണ് വേസ്റ്റ് ഡിസ്പോസൽ സംഭവിക്കുന്നത്? എങ്ങനെയാണ് വേസ്റ്റ് ഡിസ്പോസൽ ഉണ്ടാകുന്നത്? ആരാണ് കൊണ്ടിടുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഒഴുകി എത്തണമെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ട കൺട്രോൾ മെഷേഴ്സ് എടുക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറൈൻ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാം. ഇനി the Water Control and Prevention of Pollution Act can be effective instruments to control pollution by waste disposal. അപ്പോൾ വേസ്റ്റ് കൺട്രോളിന് നമുക്ക് എന്ത് ചെയ്യാം? പൊല്യൂഷൻ ആക്ട് കൂടുതലായിട്ട് ഇപ്പം നമുക്കൊരു ഇൻഡസ്ട്രി തുടങ്ങണമെങ്കിൽ ഒരുപാട് സർട്ടിഫിക്കറ്റ് വേണം അല്ലേ? ആ ഒരു സോൺ അതിന് ആപ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേപ്പറും കാര്യങ്ങളും ലീഗലി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ വേസ്റ്റ് ഡിസ്പോസലിൻ്റെ കാര്യത്തിലും ഇതേപോലെ സ്ട്രോങ് ആയിട്ടുള്ള ആക്റ്റൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടെ മറൈൻ പൊല്യൂഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി ദ ക്ലീനിങ് ഓഫ് ഓയിൽ സ്പിൽസ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ബൈ പ്ലേസ്മെൻറ്റ് ഓഫ് സ്പെഷ്യലി ഡിസൈൻഡ് ഫ്ലോട്ടിംഗ് ബൂംസ്. അപ്പം ഓയിൽ സ്പിൽസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലോട്ടിംഗ് ബ്ലൂംസ് യൂസ് ചെയ്യാം. പൊങ്ങിക്കിടക്കുന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓയിൽ സ്പിൽസിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ മറൈൻ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത്രയാണ് മറൈൻ പൊല്യൂഷനെ പറ്റി പറയാനുള്ളത്. താങ്ക് യു.